തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ സംഘത്തെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃത കുടിയേറ്റം സംശയിച്ച് 2 ബംഗ്ലാദേശി യുവതികളെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് എത്തിയത്. എന്നാൽ പെൺവാണിഭ സംഘമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് തിരിച്ചറിഞ്ഞതോടെ 6 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സനിസ ചേരുന്നുണ്ട്. സനിസ, എന്താണ് സംഭവിച്ചത്? സ്ക്വാഡാണ് അനധികൃത കുടിയേറ്റം നടത്തിയ കഴക്കൂട്ടത്തെ 2 ബംഗ്ലാദേശി യുവതികളെ പിടികൂടിയത്. ബംഗ്ലാദേശികളായ സുമി, ഇബ്ഗാനൂർ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 6 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൺവാണിഭ സംഘമാണെന്ന സംശയത്തിന്റെ പുറത്താണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് അത് കണ്ടെത്തുകയും ചെയ്തു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. കൊല്ലം സ്വദേശി പുഷ്പ, കാട്ടാക്കട സുദീപ്, കർണാടക സ്വദേശി ഡാനിയൽ, വർക്കല സ്വദേശി നൌഫിയ, ബാംഗ്ലൂർ സ്വദേശി മധുമതി, പശ്ചിമ ബംഗാൾ സ്വദേശി മൗസ്മി ബിസ്വാൾ എന്നിവരും സംഘത്തിലുണ്ട്. കാര്യവട്ടം മേലന്നൂരിൽ 2 ആഴ്ച മുമ്പാണ് ഈ ഒരു സംഘം ഇരുനില വീട് വാടകയ്ക്കെടുത്തത്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ കഴക്കൂട്ടം പോലീസാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നഗരത്തിൽ 2 ബംഗ്ലാദേശികളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അനധികൃതമായി താമസിച്ചതിന് പിടികൂടിയിരുന്നു. ഈ യുവതികളെ ഉപയോഗിച്ച് വാണിഭം നടത്തുകയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തങ്ങുന്നവരെ കണ്ടെത്താൻ വ്യാപക പരിശോധനകളാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. വാടക വീട്ടിൽ നിന്നും 2 കാറുകളും നിരവധി മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഇടനിലക്കാരായ വഴിയാണ് ഇവർ, ഈ ആയുർവേദ ഡോക്ടർമാരാണെന്ന് പറഞ്ഞാണ് ഇടനിലക്കാർ വഴി വീട് വാടകയ്ക്കെടുത്തത്. കസ്റ്റഡിയിലെടുത്തവരെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോന. ശരി, തിരുവനന്തപുരത്താണ് പെൺവാണിഭ സംഘം പിടിയിലായിരിക്കുന്നത്. 6 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സനിസയാണ് വിവരങ്ങൾ നൽകിയത്.